മാം ഐഎൽസിന്റെ ഒരു ഡൗട്ട് ചോദിച്ചോളൂ. നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 2 കേസിൽ എസ് എഴുതുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് പാരഗ്രാഫ്സും ചില ക്വസ്റ്റ്യൻസിന് കുറച്ച് നമ്പർ ഓഫ് പാരഗ്രാഫ്സും മതി. മാത്രമല്ല ചില ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റും സ്ട്രക്ചറും എല്ലാം വേരി ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ടോട്ടലി കൺഫ്യൂസിംഗ് ആണ്. ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത് ആക്ച്വലി മെറിന് മാത്രമല്ല മിക്ക സ്റ്റുഡൻസിനുള്ള പ്രശ്നം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചു, ഇത് കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് അല്ലേ. അഡ്വാൻറ്റേജസ് എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യാണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എക്സാമിൻ ചെയ്യാണ്. ദിസ് അനലിറ്റിക്കൽ എസ്സേ. ഓക്കെ, ഇപ്പോൾ അനലിറ്റിക്കൽ എസ്സേ ആകുമ്പോഴേക്കും നമുക്ക് 4 പാരഗ്രാഫ് മതി. ഇൻട്രോ, BP1 2 അഡ്വാൻറ്റേജസ്, ഫസ്റ്റ് 1 എക്സാമ്പിൾ, BP2 ഡിസഡ്വാൻറ്റേജസ്, then you have to write a conclusion. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നത്? ഇതെനിക്ക് ഓക്കെയാണ് മാം. പക്ഷെ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലോ. കാരണം ഇത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേസ് ആണ്. ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുമ്പോഴത്തേക്കും മെറിന്റെ ഒപ്പീനിയൻ ചോദിക്കാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ, ഡിസഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ, ഏതറ്റം വരെ മെറിൻ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ടു എഗ്രി ഓർ ഡിസ്എഗ്രി, എല്ലാം മെറിന്റെ ഒപ്പീനിയൻ ചോദിക്കാം. ഇതൊക്കെ പോട്ടെ, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. മെറിൻ വഴക്കിടുമ്പോഴാണോ ഒരുപാട് ഡയലോഗ്സ് യൂസ് ചെയ്യുന്നത്, അത് സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണോ? വഴക്കിടുമ്പോൾ. ആർഗ്യുമെന്റേറ്റീവ് എസ്സേസിൽ നമ്മൾ ഏതാണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആൻസേഴ്സ് ജസ്റ്റിഫൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റേറ്റീവ് എസ്സേസിൽ 5 പാരഗ്രാഫ് വേണം. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സമാധാനമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ എന്താ, അതിന്റെ സൊല്യൂഷൻ എന്താ, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ 4 പാരഗ്രാഫ് മതി. ഓക്കെ, ഈ ടിപ്പ് സെറ്റ് അല്ലേ? മനസ്സിലായി. ഈ ടിപ്സ് ഒക്കെ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനല്ലേ നമ്മുടെ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി.